നമസ്കാരം. ആരാണാവോ? ഞങ്ങള് ചെറുവത്താണിന്ന് വരിക. എന്റെ പേര് ഭദ്ര. ഇത് ശാരദയെടുത്തി. എന്നെ കാണാൻ തന്നെയാണോ അതോ? അതെ. ഈ കുട്ടിക്കൊരു സങ്കടം പറയാനുണ്ട്. സങ്കടോ? അയ്യോ, ഈ വണ്ടി ചക്രത്തിൽ ഉരുളുന്ന എന്നോടാണോ? അതൊക്കെ ഭഗവാനോട് പറയാ. എന്നെ സഹായിക്കാൻ ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. എന്നാ കേക്കട്ടെ. ഇനി ബോംബെന്ന് മേത്ത എന്നെ വിളിച്ച തന്നെ ഞാൻ തല്ലിക്കൊള്ളു. വൃത്തിയിട്ടവനെ. ഒരു സംശയം ചോദിച്ചോട്ടെ, നീ സത്യത്തിൽ ആരാ? വെണ്ടർ ശിവൻപിള്ളയുടെ മോനോ അതോ അച്ഛനോ? എന്നാ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ആ പെൺകുട്ടി ആരാ? നീ കാരണം വീടും കുടിയും വിട്ട് പെരുവഴിയിൽ ഇറങ്ങാൻ പോണ ഒരു പാവം. ഏതോ ഒരു അച്യുതം കുട്ടിയോ? എച്ചിക്കാട്ടച്ചതം കുട്ടി അയാളുടെ വീട്ടിലാണല്ലേ. എന്തിനാടാ കൃഷ്ണ ദ്രോഹം ചെയ്യണേ? ദേവു ദ്രോഹം അയാളാ ചെയ്ത അച്യുതം കുട്ടി. അതെ, 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടം വന്ന കേസാത്. അതെങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? കേക്കണ്ട ലക്ഷങ്ങളുടെ കണക്ക്. എടാ, നമ്മുടെ അച്ഛൻ കുറെ സമ്പാദിച്ചു കൂട്ടി. എന്നിട്ടോ? എന്റെ ഓർമ്മയിൽ മുഴുവനും ഒരുപാട് രോഗങ്ങളും അതിന്റെ ചികിത്സയും തന്നെയായിരുന്നു ജീവിതം. ഒരു മോളുള്ളത് 19 വയസ്സിൽ ഉന്തുവണ്ടി കയറി. കൃഷ്ണ, ഏതോ പാവങ്ങളുടെ കണ്ണീര് വീഴ്ത്തിട്ട് വേണ്ടടാ. നമുക്ക് ആവശ്യത്തിലേറെ ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്റെ ദേവു സാറേ, അങ്ങനെ ഞാൻ ആരെയും കുടിയൊഴിപ്പിക്കാനൊന്നും പോണില്ല. ചില വിരട്ടൊക്കെ വേണ്ടിവരും കച്ചവടത്തില്. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും ദേവുവിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. വേണ്ട, ആ കുട്ടിയുടെ കാര്യത്തിന് പരിഹാരം ഉണ്ടാവണം. അതെന്റെ കാലില് തൊട്ടപ്പോ ദൈവമേ, ആ ശാപൊന്ന് കൃഷ്ണ നിന്റെ തലയിൽ വീഴരുത്. ഇല്ലെന്നേ, ആ കുട്ടി ദേവുവിന്റെ കാലിൽ തൊട്ടപ്പോ എന്റെ നെഞ്ചിലൊരു ചെറിയ സങ്കടം തോന്നിയില്ലേ? എന്റെ കണ്ണ് നിറഞ്ഞു പോയി. പാവം. എന്റെ സങ്കടം എനിക്ക് കൈനഷ്ടം വരുന്ന ഏതോ ഒരു കേസിട്ടാണല്ലോ ദൈവമേ ഈ കാലിലേക്ക് കുനിയണെന്ന് ഓർത്തപ്പോഴാ. നീ നന്നാവില്ലടാ. പിണങ്ങി പോവല്ലേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്റെ 10 ലക്ഷം പോയി. പിന്നെ ആ പെങ്കൊച്ചിനെ കാണാൻ കൊള്ളാട്ടോ, നല്ല കണ്ണ്. ഇഷ്ടയച്ച കുട്ടി കല്യാണം കഴിച്ചോളൂ. കല്യാണം കഴിക്കാം. വെറുതെ ഒരു ചെറ്റളിനെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോ എന്തിനാ അത് കളയണത്? കഴിക്കാം. പീഡനം, ശാരീരിക പീഡനം വഴി ആധാരം ഒപ്പിട്ട് വാങ്ങിക്കുക ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ നാട്ടിൽ കോടതിയുണ്ട്, പോലീസുണ്ട്. പിന്നെന്താ ഭീഷണി? ഇറക്കി വിടുവന്നോ? ആര്? തെച്ചിക്കാട്ട് അച്യുതം കുട്ടിയോടാ കളി. ശിവമ്പിള്ളയുടെ മോൻ വിവരം അറിയും. അങ്ങ് തിരുവനന്തപുരം വരെ പോവണ്ട, ഒരു ഫോൺ കോളിൽ അവന് മനസ്സിലാക്കി കൊടുക്കും ഞാൻ. നീ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കണ്ട അച്യുത. അത് കഴിഞ്ഞില്ലേ, ആ കടം നീ എങ്ങനെയാ വീട്ടാൻ പോണെന്നൊന്ന് ആലോചിക്കേ. ഏത് കടം? അമ്മ അറിയാത്ത കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കരുത്. അമ്മയ്ക്ക് RB നായരെ അറിയോ? ഉണ്ണിയവരാനെ അറിയോ? ചാമരാജ നഗറിലെ ക്വാറി ഓണർ ഫർത്തുള്ള അറിയോ? നാഗപ്പ, ശിവപ്പ, അനുവന്തപ്പ, ഇവരിൽ ആരെങ്കിലും അറിയോ? ആരെയാണ് ഈ വായിക്കൊള്ളാത്ത പേരും പറഞ്ഞിട്ട് അച്യുതം കുട്ടിയുടെ വരട്ടണേ? പാവം അമ്മയെ വിട്ടേക്കൂ. ഭാവേ, നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, എല്ലാരും കൂടി പെട്ടിങ്ങിടക്കെടുത്ത് പോവേണ്ടി വന്നേനെ. ഭദ്ര പോയി ആ സ്ത്രീയുടെ കാൽക്കൽ വീണ് കരഞ്ഞില്ലായിരുന്നെങ്കിൽ എവിടെയോ പോയി 2 ദിവസം ഒളിച്ചിരുന്ന് പ്രോബ്ലംസ് സോൾവ് ആയി എന്നറിഞ്ഞപ്പോ വന്നിരിക്കണു. ഒന്നങ്ങ് തരിഞ്ഞാൻ. വലിയ MBBS ആണെന്ന് നോക്കില്ല. പിന്നെ ഇത് ഭദ്രയല്ല, ഭാമയാ. അച്യുതാ, ബടവാ മോനെ. എന്താ കാലണിക്ക് ഗുണല്ലാത്ത പോക്കി കുട്ടിയുടെ മേക്കട്ട് കേറുന്ന കിഴങ്ങ കൈ കലക്കി അവിടുന്ന് കിട്ടും എന്റെ കയ്യിന്ന്. ഇനി ഞാൻ വിടില്ല. കുറച്ചായി ഇവിടെ പുറകെ ഓടാൻ തുടങ്ങിയിട്ട് ഇന്ന് എനിക്ക് 2-1 അറിയണം. 2-1 ഭാർഗവി പറയരുത്. പൈസ തരാൻ പറ്റൂല എന്ന് പറയാനാണല്ലോ ഈ 2-1. പറയട്ടെ, ഇവള് പറയട്ടെ. ഇവള് ഏട്ടൻ വാങ്ങിക്കൊണ്ട് പോയതിന്റെ ഓഹരി ഇവള് നക്കിയിട്ടുണ്ടാവുമല്ലോ. തരില്ലെന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഭാർഗവിയുടെ കയ്യിന്റെ ചൂടറിയും. സഹോദരി, എന്റെ ഭർത്താവ് ഒരു പോലീസുകാരനാണ്. അത് ഞാൻ എന്നെ സല്യൂട്ട് അടിക്കണം. അയ്യോ, അങ്ങനെയല്ല. ഞാൻ മൂപ്പരെ കൊണ്ട് അച്യുതൻകുട്ടിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയിട്ട് എന്നിട്ട് അത് തേങ്ങയാടി. ആ തെണ്ടിയുടെ കയ്യിൽ കാലണ കാണില്ല. ഇവളാണ് ഉച്ചയാക്കാരി. ഇവളുടെ കയ്യിൽ അത് വസൂലാക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ല,
കുറച്ചു കുറച്ചായി ഞാൻ തന്നു തീർത്തോളാന്ന്. നീ കുറച്ച് ഉണ്ടാക്കുമ്പോഴേക്കേ എന്റെ വീട് 6 സെന്റ് നഷ്ടപ്പെട്ട എനിക്ക് എന്റെ മോൻ നീ കടപ്പാടുണ്ടാക്കി തരൂ. ഈ കഴുത്തിലും കാതിലുള്ളത് പൊന്നാണെങ്കിൽ ദൂരി കൊടുക്കും. അയ്യോ, ഇങ്ങനെ മനുഷ്യത്വമില്ലാതെ പറയരുത് കേട്ടോ. ഒരു പെൺകുട്ടിയെ വഴി തടഞ്ഞു വെച്ച് ഇങ്ങനെ പുലഭ്യം പറഞ്ഞതും പോരാ, അതിന്റെ കഴുത്തിലുള്ള പൊന്നുകൂടി ഊരി വാങ്ങുകയെന്ന് വെച്ചാ. നിനക്കത്ര തന്നെങ്കിൽ നീ താടി. ശാരദാർത്തി, വേണ്ട, ഒന്നും പറയാൻ നിക്കണ്ട. അതെ, അവള് തന്നെ, അച്യുതക്കുട്ടിയുടെ സിസ്റ്റർ. എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാലോ അല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സിലടാ പട്ടി എന്നാരും പറയില്ലെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്താണ് പ്രശ്നം? ഈ ഭാർഗവിയുടെ മോൻ വിനയചന്ദ്രന് ഒരു പണി ശരിയായി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ ഏട്ടൻ 5000 രൂപ വാങ്ങി മുങ്ങി. അത് ഞങ്ങളൊന്ന് ഒത്തുതീർപ്പാക്കായിരുന്നു. ആരാണ് ഈ വിനയചന്ദ്രൻ? ഞാനാ. ആഹാ, എന്റെ മോനാ. എന്റെ അമ്മയാ. അയ്യേ, വിനയേന്ദ്രൻ എന്തായാലും ഒരു പണിയുടെ ആവശ്യമുണ്ട്, അത് കറക്റ്റാ. പക്ഷെ അയാളെവിടെ? ഈ കുട്ടിയുടെ ഏട്ടൻ അയാളല്ല കാശ് വാങ്ങിച്ചത്. അയാളെ കണ്ടേ? അങ്ങനെ ചോദിക്കും സാർ. ഒരു മിനിറ്റ്, ബ്ലൈൻഡ് ആണ്. അല്ല. എന്നാ കൂളിംഗ് ഗ്ലാസ് ഒരു പോക്കലിടൂ. ഇവിടെ ആരെങ്കിലും ഒരാൾ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ മതി, അത് ഞാൻ വെച്ചോളാം. എന്താ തമ്മിച്ച ഇവിടെ പറയൂ. അല്ല സാർ, ഈ കുട്ടിയോട് ചോദിച്ചിട്ടാണോ ഇവര് കാശ് കൊടുത്തത്? എന്നിട്ടും ഇവള് കൊടുക്കാന്ന് പറഞ്ഞു. അവധി ചോദിച്ചെന്നേ ഉള്ളൂ, അത് കേൾക്കില്ല. ഇവളുടെ കഴുത്തിലും കാതിലും ഉള്ള പൊന്നു ഊരി കൊടുക്കാനാ പറയണേ. അത് ന്യായമാണോ തമ്പി സാറേ? തെമ്മാടിത്തരം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഒരു മലയാളം മാഷും കൂട്ടുകാരനും കൂടെ ന്യായം പഠിപ്പിക്കാൻ വന്നിരിക്കണു. ഒരു പെറുക്കേട് വിളിച്ചില്ല മധ്യസ്ഥത്തിന്. പെണ്ണിന്റെ മൊഞ്ച് കണ്ട് പിന്തുണയ്ക്കുന്നതായിരിക്കും. തള്ളയുടെ മുഖത്ത് വേണ്ട കയ്യ, മര്യാദകേട് പറയരുത് നീ ആരോടും എന്ന് നീ പറഞ്ഞു കൊടുക്കണം കേട്ടോടാ. 5 നോട്ടിൽ തീരുന്ന പ്രശ്നം ഇങ്ങനെ ആളെ കൂട്ടി നടുവഴിയിലെ പൊറാട്ട് കളിച്ച് വഷളാക്കേണ്ട കാര്യമില്ല. ആ വിനയേന്ദ്രൻ അമ്മയും കുട്ടിയും സ്ഥലം വിട്ടോളൂ. പൊക്കോളൂ. നടു വലിച്ചേറി 5 പത്താക്കല്ല അമ്മച്ചി. പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ ഒന്ന് പിരിഞ്ഞു പോണം. പോണം പോണം, പൊക്കോളൂ. അങ്ങോട്ട് പൊക്കോളൂ. എന്താ ഇങ്ങനെ നിക്കണേ? പൊക്കോളൂ. ഞാൻ കൃഷ്ണകുമാർ. അയ്യോ, ഞങ്ങളന്ന് വീട്ടിൽ വന്നിരുന്നു. ആ വരവിൽ എനിക്ക് നഷ്ടം 10 ലക്ഷം. ഇതായിപ്പോ ഒരു 5000. അങ്ങനെ 10,50,000 തെച്ചിക്കാട്ട് അച്യുതൻകുട്ടി വക. എന്നെങ്കിലും ഒരു വലിയ പണക്കാരിയാവുമ്പോ പലിശ വേണ്ട, എന്റെ മുതൽ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് സങ്കട എന്റെ കാശ് ആർക്കെങ്കിലും വെറുതെ കൊടുക്കുന്നത്. തരും, തന്ന് തീർക്കുന്ന മനസ്സിൽ പറഞ്ഞു വെച്ചോളൂ. എങ്ങനെയുണ്ട്? എന്നാ ഞാനോട് വിട വാങ്ങട്ടെ തമ്പി സാർ. സാറേ. എന്താ സാറേ? എന്താടോ സാറേ, ആവശ്യത്തിലേറെ കയ്യിലുള്ള പണത്തിന് വെറും കടലാസ് കെട്ടിന്റെ വിലയുണ്ട്. പക്ഷെ ആ പണം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ നിറഞ്ഞ കണ്ണ് തുടയ്ക്കാൻ കഴിയുമ്പോൾ ആ കടലാസ് പണമായി, അതിന് പണത്തിന്റെ മൂല്യമുണ്ടായി. മനസ്സിലാവണുണ്ടോ തമ്പി സാറിന്? ഈങ്ങാപ്പാറയിൽ ഒരു കുരുമുളക് തോട്ടം നോക്കണം, വിലയൊത്താലെന്നും തന്നെ കച്ചവടമെന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്ന് വഴിയരികിൽ ഒരു ഇഷ്യൂ 5000 മണീസിന് സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഈ പുഞ്ചപ്പാടത്തിന്റെ കരയ്ക്ക് വന്ന് എന്നോട് സാഹിത്യം അടിക്കുന്നത് മനസ്സിലാകുന്നില്ല. ലൈഫ് ഈസ് എ ടെയിൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ്. സോറി സർ, ഏതൊരു വിഡ്ഢി പറഞ്ഞ കഥ. അതാണ് ജീവിതം. പച്ചപ്പട്ട് വിരിച്ച വയലേലകളിൽ ഒരു മന്ദമാരുതനേറ്റ് നിൽക്കുമ്പോൾ കൃഷ്ണകുമാറേ, ആ കുട്ടി പാവ സാറേ, കാണാനും കൊള്ളാം. അതുകൊണ്ട് തന്നെ 5000 വീശത്. സാർ വാക്കേറ്. എടാ കള്ള കൃഷ്ണ, അങ്ങനെ വിളിക്കല്ലേ സാറേ. സാറേ, നാളെ എന്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അതിൽ ലവിന്റെ കൗണ്ട് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട്.